ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയിക്കും 2 ദിവസം കൂടുതൽ സെയിൽസ് വരുന്നുണ്ട്. നിങ്ങളൊരു പ്രൈം മെമ്പർ ആണെങ്കിൽ അല്ലെങ്കിൽ പ്ലസ് മെമ്പർ ആണെങ്കിൽ നാളെ 1 ഡേ കൂടി ഉള്ളൂ. നാളെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് എത്ര തീയതിയാണ്? ഇന്ന് 21 നാളേക്ക് ആകുമ്പോൾ നിങ്ങൾക്ക് സെയിൽസ് എന്താ പറയുക ഏർലി ആക്സസ് കിട്ടും. അപ്പോൾ അറിയായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് എന്നാലും ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ആമസോണിൻ്റെ നിങ്ങൾക്ക് ബെസ്റ്റ് ഡീലിൽ വാങ്ങിക്കാൻ പറ്റുന്ന ലാപ്ടോപ്സുകളും അതുപോലെ തന്നെ സ്മാർട്ട് ഫോൺ ഡീലുകളുടെ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു ആമസോണിൽ നിന്ന് നിങ്ങളൊരു എന്താ പറയുക ഈ ആമസോൺ ഗൈഡ് ഇന്ത്യൻ ഫെസ്റ്റിവലിൽ നിങ്ങൾ പ്രൊഡക്ട്സ് വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ള് കാണാൻ മറക്കണ്ട. ഞാൻ എന്തായാലും ലിങ്കുകളും ഷെയർ ചെയ്യുന്നുണ്ട്. എന്തായാലും ആ ലിങ്ക് നമ്മുടെ എന്താ പറയുക നിങ്ങൾ പ്രൈം മെമ്പർ ആണെങ്കിൽ മാത്രമാണ് നാളെ ആകുമ്പോഴോ അത് നമുക്ക് ഓഫർ പ്രൈസിൽ കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ മറ്റന്നാൾ വരെ നിങ്ങൾ കാത്തുകൊണ്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് സംഭവം നടക്കണം. എന്ന് വെച്ചാൽ മിക്ക ആൾക്കാരും എനിക്ക് തോന്നുന്ന സ്മാർട്ട് ഫോൺസുകളും ലാപ്ടോപ്സുകളായിരിക്കും മെയിൻലി വാങ്ങിക്കാൻ പോകുന്നുണ്ടാവുന്നത്. ഞാനും ആക്ച്വലി ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചത് നമുക്ക് ആക്ച്വലി എന്താ പറയുക സെയിൽസിൻ്റെ പ്രൈസിൽ കിട്ടിയപ്പോഴാണ് വാങ്ങിച്ചത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിന് കൂടിയെന്നു എനിക്ക് ഓഫർ ടൈമിൽ കിട്ടിയിരുന്നതാണ്. ഇപ്പോൾ ഇതിന് കൂടിയത് നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മോട്ടോറോളയുടെ ബുക്കാണിത്, മോട്ടോ ബുക്ക് 160. മോട്ടോറോള എന്ന് ഞങ്ങൾ പേടിക്കുക കണ്ണ് ഞെമ്മിക്കൊന്നും വേണ്ട. സാധനം ലിനോവ തന്നെയാണ് ഉണ്ടാവുക. ഡിഫറൻസ് ഒന്നും ഇല്ല. ആകെ ബ്രാൻഡ് നെയിം മാത്രം മോട്ടോറോള ഉണ്ടോ, ഉള്ളിൽ ഫുള്ള് ലിനോവയാണ്. അപ്പോൾ വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ നല്ല ബെസ്റ്റ് വാല്യൂ ഫോർ മണി സാധനമാണത്. അതിൻ്റെ കുറിച്ച് ഞാൻ വീഡിയോ അതിന് അൺബോക്സിംഗ് ഇട്ടിട്ടുണ്ട്. റിവ്യൂ കാണാൻ നമ്മളൊരു 1 വീക്ക് കഴിഞ്ഞിട്ട് ഇടാം കേട്ടോ. ഓൾമോസ്റ്റ് ഇപ്പോൾ 2-3 ദിവസമായി. കിടിലൻ എക്സ്പീരിയൻസ് ആണ്. Ultra 7 വരുന്ന പ്രൊസസ്സറാണ് വരുന്നത്. ഇതിൻ്റെ പുതിയ മോഡൽ ഇറക്കിയിട്ടുണ്ട്. ഒരു മോട്ടോറോള മോട്ടോ 60 പ്രോ എന്ന് പറഞ്ഞ മോഡൽ ഇറക്കിയിട്ടുണ്ട്. പ്രൊസസ്സർ കുറച്ച് എന്താ പറയുക അടുത്ത് തന്നെ വേരിയൻ്റ് ആയിട്ടുള്ള പ്രൊസസ്സർ വരുന്നതാണ്. നമുക്ക് ഗെയിമിംഗ് ഒക്കെ കളിക്കാം. ഇത് പക്ഷേ 14 ഇഞ്ച് മാത്രമല്ല കേട്ടോ. എന്തായാലും അത് പോട്ടെ. എന്ന് വെച്ചാൽ അതും ഇതിലൊരു സെഗ്മെൻറ്റിൽ വരുന്നതാണ്. പക്ഷേ അത് ആമസോണിലില്ല, ഫ്ലിപ്കാർട്ടിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ എന്തായാലും പറയുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ആമസോണിലേക്ക് ഇറക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ 2 ചാനൽ കാണാത്ത പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ പുതിയ ചാനൽ ജീവിച്ചു കാണാത്ത പോയി കണ്ടുനോക്കുക. ഫുള്ളി ടെക് ചാനലാണ് അത്. കാണാത്ത പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി. നമ്മുടെ വെബ്സൈറ്റ് ajmd.banksupport.in നിങ്ങൾക്ക് കയറി സന്ദർശിക്കാം. ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസ് ഒക്കെ ഈസി ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാം. എന്നാലും നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് വെച്ചാൽ നമുക്ക് ഈ സെയിൽസിൽ ക്രെഡിറ്റ് കാർഡ്സുകൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വൻ നഷ്ടമായിരിക്കും നിങ്ങൾ പ്രൊഡക്ട്സ് വാങ്ങിക്കാനുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ കേട്ടോ. എന്ന് വെച്ചാൽ അത്രയും അധികം ഡീൽസാണ് വരാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി അതിൽ പറഞ്ഞു ഈ സാധനം വാങ്ങിച്ചപ്പോൾ എനിക്ക് 13,000 രൂപയാണ് ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് ഇട്ടത് ആക്സിസ് ബാങ്കിൻ്റെ കാർഡുള്ളതുകൊണ്ട്. അപ്പോൾ അത്രയും നിങ്ങൾക്ക് 13,000 രൂപയൊക്കെ ലാഭം നഷ്ടപ്പെടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. വേറെ പ്രൊഡക്ട്സ് വാങ്ങിക്കാനുള്ള കാശായി. അപ്പോൾ എന്തായാലും ഒന്ന് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഞാൻ എന്തായാലും ലിങ്കും താഴെ കൊടുക്കാം മെയിനായിട്ടുള്ള കാർഡുകളുടെയൊക്കെ. അപ്പോൾ എന്തായാലും ആമസോണിൻ്റെ സെയിൽസും കാര്യങ്ങളൊക്കെ ആമസോണിൻ്റെ സെയിൽ പ്രൈസും ഡീൽ പ്രൈസൊക്കെ ഉള്ള ഓൾമോസ്റ്റ് എല്ലാം പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യത്തെ വരെ ബെസ്റ്റ് ഡീൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ സാംസങ്ങിൻ്റെ S24 Ultra തന്നെയാണ്. ഞാനും ആക്ച്വലി വാങ്ങിക്കാനുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ എൻ്റെ കയ്യിൽ സാംസങ് ഒന്നുമില്ല. ഇപ്പോൾ നമുക്ക് സാംസങ്ങിൻ്റെ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സിൻ്റെ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ഒരു സാംസങ്ങിൻ്റെ ഡിവൈസ് എടുക്കണമെന്ന് വിചാരിച്ചിരിക്കുക. S24 എനിക്ക് കുട്ടി ഫോണുകൾ അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. എനിക്ക് വലിയ ഡിസ്പ്ലേ ഉള്ളത് അതുപോലത്തെ ഫ്ലാറ്റ് ഡിസ്പ്ലേ ഉള്ള മോഡൽസാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ S24 കാര്യം പറയണ്ടല്ലോ, S24 Ultrയുടെ കാര്യം പറയണ്ടല്ലോ. വലിയ ഡിസ്പ്ലേ, വൺ ഓഫ് ദി ബെസ്റ്റ് വലിയ ഡിസ്പ്ലേ ആണല്ലോ വരുന്നത്. പിന്നെ 71,999 ആണ്. ഞാൻ ആക്ച്വലി ഒരു 70യുടെ താഴെ വരുന്ന വിചാരിച്ചു കേട്ടോ, വിത്തൗട്ട് കാർഡ് ഓഫർ. ഇത് പക്ഷേ കാർഡ് ഓഫർ ഉണ്ടായിട്ട് എന്തായാലും 70യുടെ താഴെ പോകും, അത് വേറെ കാര്യം. പക്ഷേ വിത്തൗട്ട് കാർഡ് ഓഫർ ഞാൻ 69,999 ഉണ്ടാവുമെന്ന് വിചാരിച്ചത്. ഇനിയിപ്പോൾ സാംസങ്ങിൻ്റെ വെബ്സൈറ്റിൽ ഉണ്ടാവുമെന്ന് അറിയില്ല. ഇതുവരെയായിട്ട് അവരൊന്നും പറഞ്ഞിട്ടില്ല. അവന്മാർ ചോദിച്ചിട്ടും അവർക്ക് അറിയില്ല. എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം S23 Ultrയ്ക്ക് അതുപോലെ ഓഫർ വന്നപ്പോൾ അവരുടെ സൈഡിലും ഉണ്ടായിരുന്നു സെയിം ഓഫർ. അങ്ങനെയാണെങ്കിൽ ഞാൻ ആമസോണിൻ്റെ പകരം ചിലപ്പോൾ സാംസങ്ങിൻ്റെ സൈഡിൽ നിന്നായിരിക്കും ഓർഡർ ചെയ്യുക. പക്ഷേ അതില്ല എന്നാണ് ഇതുവരെയായിട്ട് തോന്നുന്നത്. ഇതുവരെയായിട്ട് ഒരു കൺഫർമേഷൻ ഒരു സംഭവം ഒന്നും വന്നിട്ടില്ല. അപ്പോൾ മിക്കവാറും ആമസോണിൽ മാത്രമേ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. അടുത്തത് പറയുന്നത് iPhone 15 43,749 റുപ്പീസിന് ഇൻക്ലൂഡിങ് കാർഡ് ഓഫർ കിട്ടുന്നുണ്ട്. അത് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ 128 GB വാങ്ങിക്കണ്ട. നമ്മൾ ഓൾറെഡി iPhone 15 ഒക്കെ വീഡിയോ പണ്ട് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ 256 GB വേരിയൻറ്റ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ എല്ലാ മോഡലിൻ്റെയും 256 GB മിനിമം വേരിയൻറ്റ് വാങ്ങിച്ചാൽ മതി. എന്ന് വെച്ചാൽ 128 GB ഒക്കെ കഴിഞ്ഞു, പണ്ടത്തെ കാലത്തെ സാധനമാണ് അതൊക്കെ. പിന്നെ OnePlus 13R അത് നമുക്ക് 35,999 കിട്ടുന്നുണ്ട്. അത് കിടിലൻ ഡീലാണ്. പ്രത്യേകിച്ച് നിങ്ങളൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ്, ഗെയിമിംഗ് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ഒരു മീഡിയ കൺസപ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ഒരു OnePlus ഫോൺ വേണമെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഡീലാണ്. അതിൽ കോൺസും പറയാനുള്ളത് അതിൻ്റെ ക്യാമറാസാണ്. ക്യാമറാസ് ഒരു ബിലോ ആവറേജ് അല്ലെങ്കിൽ ഒരു ആവറേജ് എന്നാണ് പറയാനുള്ളൂ. പിന്നെ നമുക്ക് ഈ പ്ലസ് ബട്ടണൊന്നും ഇല്ല ഇപ്പോൾ അതിലിപ്പോൾ നമ്മുടെ പണ്ടത്തെ ടോഗിൾ ബട്ടനാണ്, പ്ലസ് ബട്ടൺ ഇല്ല. അല്ലാത്ത പക്ഷം കിടിലൻ ഡിസ്പ്ലേ ആണ്, കിടിലൻ ബാറ്ററി ബാക്കപ്പാണ്, എന്താ പറയുക കിടിലൻ പെർഫോമൻസ് ആണ്. Snapdragon Gen 3 ആണ് വരുന്നത്. ഓവറോൾ വിത്തൗട്ട് ക്യാമറ മാത്രമേ ലിസ്റ്റിൽ കയറില്ല, ബാക്കിയെല്ലാം കിടിലാണ്. പക്ഷേ പ്രൈസ് നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. 39,999 42,999 അതിൻ്റെ ബൈയിങ് പ്രൈസ് വരാറ്. ഇപ്പോൾ 35,999. ഇപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 42,999 ആയിരിക്കും.
ഇതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്, പണ്ടേ ഇട്ടിട്ടുണ്ട് അൺബോക്സിങ് കാണലൊക്കെ. ഇപ്പോൾ ഉണ്ടോ, ഇപ്പോൾ ഇതിന് 42,999 പ്രൈസ് വരുന്നത്. ആ സാധനം 35,999 മാറുന്നുണ്ട്. അപ്പം നല്ല ഡീൽ വരുന്നുണ്ട്. പിന്നെ അടുത്ത് ഐക്യൂവിൻ്റെ നിയോ 10R ആണ്. നിങ്ങളൊരു ഗെയിമിംഗ് സെൻട്രിക് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ, അതും ഒരു 25ൻ്റെ താഴെയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടിയെടുക്കുക. ഈ സാധനം കിടിലൻ ഡീലാണ് ഐക്യൂവിൻ്റെ. ആകെ തന്നെ കുഴപ്പമെന്ന് വെച്ചാൽ അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി പ്ലാസ്റ്റിക്കും പോളികാർബണേറ്റൊക്കെയാണ്. അത് മാത്രമേ എനിക്കൊരു ഇഷ്ടപ്പെടാണ്ടുള്ളൂ. പിന്നെ അവരുടെ ബാക്കി നോർമൽ ഒരു എല്ലാ ഐക്യൂവിൻ്റെ ഡിസൈൻ നിങ്ങൾ അറിയണ്ടായിരിക്കില്ല. നമ്മൾ IQ 13 ചെയ്തപ്പോഴും ഞാൻ ആക്ച്വലി ഐക്യൂ നിയോ 10R ചെയ്തിട്ടില്ല വീഡിയോ. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് സിമിലർ എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഫൺ ടച്ച് വോയിസ് ആണ് വരുന്നത്. എനിക്ക് അത് മാത്രമാണ് ഇഷ്ടമുള്ളത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഒരു ലീക്ക് വന്നിട്ടുണ്ട്, ഇന്ത്യയിൽ ഒറിജിനൽ വോയിസ് വരാൻ പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതും കൺഫേംഡ് ഒന്നല്ല, ബ്രാൻഡൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എവിടെ നിന്നൊക്കെയോ അങ്ങനെ ലീക്കായിട്ട് കുറേ ആൾക്കാർ ഇതുപോലെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉറപ്പൊന്നുമില്ല. അത് നമ്മുടെ ആൻഡ്രോയിഡ് 16 വരുന്നതിൻ്റെ കൂടെ ഒറിജിനൽ വോയിസും കൂടി വരുന്നതാണ് ഗ്ലോബലി പറഞ്ഞേക്കുന്നത്. ഇത്രയും കാലം ചൈനയിൽ മാത്രം ഒറിജിനൽ വോയിസ് ഉള്ള, ബാക്കി എല്ലായിടത്തും ഫൺ ടച്ച് വോയിസ് ആയിരുന്നു. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. ഫൺ ടച്ച് വോയിസിനായിട്ടും ഭയങ്കര ബെറ്ററാണ് ഒറിജിനൽ വോയിസ്. പിന്നെ റെഡ്മിയുടെ A4 5G എന്ന സാധനം 10,000 രൂപയുടെ താഴെ വരുന്നുണ്ട്. നാർസോ 80 ലൈറ്റ് 5G, സാംസങ് ഗാലക്സിയുടെ M36 13,999 രൂപയ്ക്ക് വരുന്നുണ്ട്. OnePlus Nord CE5 നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ, അതിന് 21,749 രൂപയ്ക്ക് കുറഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് പ്രൈസ് 23-24 സംതിങ് ഉണ്ടായിരുന്നു. പിന്നെ IQ Z10R അത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 17,500 രൂപയ്ക്ക് കിട്ടുന്നുണ്ട് വിത്തൗട്ട് കാർഡ് ഓഫർ, അല്ല ഇൻക്ലൂഡിങ് ബാങ്ക് ഓഫർ. പിന്നെ റെഡ്മി 13 5G പ്രൈം എഡിഷൻ 11,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് ഡീൽ എന്ന് പറയാനുള്ളത് നമ്മുടെ സാംസങ്ങിൻ്റെ S24 Ultra Fold 6. പിന്നെ ഏതാ IQവിൽ പറയുകയാണെങ്കിൽ IQ 13ലും 50,999 പ്രൈസിലേക്ക് മാറിയിട്ടുണ്ട്. ശരിക്കും അതായിരിക്കും നിങ്ങൾക്ക് 55. അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ IQവിൽ പിന്നെ വേറെ ഫ്ലാഗ്ഷിപ്പ് ഒന്നും പറയാല്ലേ. OnePlusൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. Nord 5 ഈ സാധനം Nord 5 ആണ് കേട്ടോ. ഇത് Nord 5ൻ്റെ 512 GB വേരിയൻ്റാണ്. ഇത് 512 ആണ്. 12 GB 550 GB വെർഷനാണ്. ഇതിന് നമുക്ക് നോർമൽ പ്രൈസ് 38 രൂപയാണ്. ഇപ്പോൾ അല്ല തന്നെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 31,999 32 രൂപയാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഇൻക്ലൂഡിങ് ബാങ്ക് ഓഫർ 28,749 രൂപയ്ക്ക് കുറഞ്ഞിട്ടുണ്ട്. ഡീൽ പ്രൈസ് ആയിട്ട് വരുന്നുണ്ട്. നല്ല ഡീലാണ്. 30,000 രൂപയുടെ താഴെ നിങ്ങൾ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടിയെടുക്കാട്ടോ. കിടിലൻ സാധനമാണ്. ക്യാമറ പ്രൈമറി സെൻസർ കിടിലനാണ്. മറ്റേ ടെലിഫോൺ 8 മെഗാപിക്സൽ ഉള്ളൂ. അല്ല ടെലിഫോൺ അല്ല, അൾട്രാ വൈഡ് ടെലിഫോട്ടോയിൽ ഇല്ല. പിന്നെ OnePlus 13s 47,999 ആയിട്ട് മാറിയിട്ടുണ്ട്. ഒരു കോമ്പാക്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടിയെടുക്കാം. വീഡിയോ ചെയ്തിട്ടുള്ളതാണ് നമ്മൾ. ഇൻക്ലൂഡിങ് ബാങ്ക് ഓഫറാണ് വരുന്നത്. 48 രൂപീസിന് കിട്ടും കേട്ടോ. പിന്നെ OnePlus 13 57,999 ഇൻക്ലൂഡിങ് ബാങ്ക് ഓഫർ കിട്ടുന്നുണ്ട്. കിടിലൻ ഡീലാണ്. പിന്നെ OnePlusൻ്റെ മിക്ക എല്ലാ ഫോണുകൾക്കും ഡീലുണ്ട് കേട്ടോ. OnePlus Nord CE5 എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഓണർ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ ഓണറൊക്കെ ഓൾമോസ്റ്റ് ഇവിടെ നിർത്തി പോയിട്ടുണ്ട്. സർവീസൊന്നും കിട്ടില്ല. ലാവേ നമ്മൾ പറയുന്നില്ല. കൂറ സാധനം ചൈനീസിൽ നിന്ന് എടുത്തിട്ട് വിൽക്കുന്നതാണ്. പൊക്കോ C അത് വേണ്ട. പൊക്കോ വലിയ കാര്യമുള്ള ഓഫർ ഇതിൽ ആമസോണിലില്ല. റിയൽമിയുടെ നമ്മുടെ GT7 Pro 42,999 വരുന്നുണ്ട്. നിങ്ങൾ സ്നാപ്ഡ്രാഗൺ 888 വെച്ചിട്ട് ഏറ്റവും വില കുറഞ്ഞൊരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധനം എടുക്കാട്ടോ. ക്യാമറ പെർഫോമൻസ് ഒക്കെ പൂറാണ്. പിന്നെ ഞാൻ അങ്ങോട്ടൊന്നും റിയൽമിയുടെ അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ നമ്മുടെ Xiaomi 15 ഓഫർ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവർ പറഞ്ഞിട്ടൊന്നുമില്ല. കാർഡ് ഓഫർ ആയിരിക്കാനാ ചാൻസ് ഉള്ളൂ. Redmi 15 15,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. Xiaomi 14 Civic 26,499. കഴിഞ്ഞ പ്രാവശ്യത്തെ സെയിൽസിന് നമുക്കത് 30ൻ്റെ താഴെ ജസ്റ്റ് താഴെയായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് 25 രൂപയ്ക്ക് എത്തിയിട്ടുണ്ട് സാധനം. നല്ല ഡീലാണ്. പക്ഷേ പറയുമ്പോൾ പഴയ മോഡലാണ്, അത്ര കുഴപ്പമുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് നമ്മുടെ ആമസോൺ സെയിൽസിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഫോണുകൾ. സാംസങ്ങിൻ്റെ അൾട്ര നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞു. IQ പറഞ്ഞു, OnePlus പറഞ്ഞു, Mi പറഞ്ഞു, റിയൽമി പറഞ്ഞു. പിന്നെ ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ഫോണുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ X200 FEക്കും ഓഫർ വരുന്നുണ്ട് കേട്ടോ. 54,999 മൈനസ് കാർഡ് ഓഫറും വരുന്നുണ്ട്. വലിയ ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല, പക്ഷേ സംഭവം ഉണ്ട്. പിന്നെ വിവോയുടെ V60ക്കും ഓഫർ വരുന്നുണ്ട്. അതും സ്ലൈറ്റ് കാർഡ് ഓഫർ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ സംഭവമൊന്നുമില്ല. ഇത്രയൊക്കെ തന്നെ മെയിനായിട്ട് ഫോണുകളുള്ളൂ. പിന്നെ മോട്ടോറോളയുടെ Razer 60 Ultra ഓഫ് വരുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ മോട്ടോറോളയുടെ ഹൈ എൻഡ് ഫോണുകളൊന്നും ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. എന്താ വെച്ചാൽ അവർ അപ്ഡേറ്റും സർവീസും ഭയങ്കര ഇഷ്യൂ ആണ് അവരുടെ. അതാണ് മെയിൻ പ്രോബ്ലം. അല്ലെങ്കിൽ നല്ലതായിരുന്നു, പക്ഷേ രണ്ടെണ്ണം ഇല്ലല്ലോ. പിന്നെ നമുക്ക് ഇനി ലാപ്ടോപ്പ് സെക്ഷനിലേക്ക് പോവാം. അതിൽ ലാപ്ടോപ്പ് സെക്ഷനിൽ ആദ്യത്തെ സംഭവം തന്നെ നമ്മുടെ MacBook Air M4 75,240 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. നല്ല പ്രൈസ് കുറഞ്ഞു. പിന്നെ iPad Air അതിൻ്റെ പ്രൈസ് അവർ ലോഞ്ച് ചെയ്തിട്ടില്ല. M3 ചിപ്പ് ഉള്ളത് അവർ ഡീല് പുറത്തു വിട്ടിട്ടില്ല. പക്ഷെ നല്ല ഡീൽ വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 15,000 രൂപയൊക്കെ ഡിഫറൻസ് വരുന്നുണ്ട്.
പിന്നെ സാംസങ്ങിൻ്റെ വാച്ച് 6 ക്ലാസിക് LTE 12,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. നിങ്ങളൊരു സ്മാർട്ട് വാച്ച് നോക്കുന്നുണ്ടെങ്കിൽ കിടിലൻ ഡീലാണ്. കണ്ണും പൂട്ടി എടുത്തോട്ടോ സാംസങ്ങിൻ്റെ വാച്ച്. എല്ലാ ആൻഡ്രോയിഡിലും സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും നമുക്ക് ഇനി ലാപ്ടോപ്പിലേക്ക് പോകാം. ഹെഡ്ഫോണായിപ്പോയി. ലാപ്ടോപ്പിൽ നമുക്ക് ഫസ്റ്റ് ഡീൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, മാക്ബുക്ക് എയർ. പിന്നെ നമുക്ക് നമ്മുടെ എച്ച് പിയുടെ ഞാൻ ആക്ച്വലി ലാപ്ടോപ്പ് നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട ബ്രാൻഡുകൾ ഇതൊക്കെ ഞാൻ പറയാം. ഏസർ, HP, ഡെല്ല്, ഈ 3 നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. എക്സെപ്റ്റ് നിങ്ങൾക്ക് ഭയങ്കര കിടിലൻ ഡീൽ കിട്ടുകയാണെങ്കിൽ മാത്രം എടുത്താൽ മതി. വെച്ചാൽ ഇതൊക്കെ എന്താ പറയുക, നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡുകൾ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന പരിപാടികളുണ്ടല്ലോ, ചൈനയിൽ നിന്ന് വാങ്ങിക്കും, എല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കും, എന്നിട്ട് അവരുടെ പേരടിച്ച് വിൽക്കുക. ആ പരിപാടി ഉണ്ടല്ലോ, അതാണ് ഇവന്മാർ HP എല്ലാ കാര്യമൊക്കെ ചെയ്യുന്നത്. അല്ലാണ്ട് ഇവർക്ക് സ്വന്തമായിട്ടൊരു പ്രൊഡക്ട്സോ സംഭവമൊന്നുമില്ല. എല്ലാം ഓരോ പാർട്സുകൾ നമ്മൾ ഇപ്പോൾ കടയിൽ പോയിട്ട് പണ്ട് ഡെസ്ക്ടോപ്പ് ഉണ്ടാക്കില്ലേ, അതേപോലെ പരിപാടി HP എല്ലൊക്കെ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് HP അവസ്ഥയൊക്കെ നിങ്ങൾക്ക് അറിയാം, ഇടിഞ്ഞ് പണ്ടാറടങ്ങിയിരിക്കുകയാണ്. ഡെല്ലും ഓൾമോസ്റ്റ് അതേ അവസ്ഥയൊക്കെ തന്നെയാണ്. ഇവരുടെയൊക്കെ ഭയങ്കര കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. പീസ് എൻ്റെ ഓൾറെഡി ഒരു ഡെല്ലിൻ്റെ HP ലാപ്ടോപ്പ് ഉണ്ട്. പണ്ടാര കംപ്ലയിൻ്റ്, പുതിയ മോഡലാണ്, ടച്ച് സ്ക്രീനൊക്കെ ഉള്ള മോഡലാണ്. പണ്ടാര കംപ്ലയിൻ്റ് ആണ്. അവന്മാർക്ക് തന്നെ അറിയില്ല ഇത് എങ്ങനെ ചെയ്തേക്കണേന്ന്. സർവീസ് സെൻ്ററിൻ്റെ അവസ്ഥ അതാണ്. അപ്പോൾ അത്രയും ഡീല് കിട്ടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങിച്ചാൽ മതി. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഒരു ലാപ്ടോപ്പ് വേണമെന്നുണ്ടെങ്കിൽ, ലോങ് ടേം യൂസിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്ന ബ്രാൻഡുകളാണ് ആസൂസ്. എന്താ വെച്ചാൽ ഞാൻ അതിൻ്റെ കാരണം പറയാം. ആസൂസ്, ലിനോവോ, പിന്നെ മാക്ബുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക, മാക് OS വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. നിങ്ങൾക്ക് മോട്ടറോളയുടെ ബുക്ക് വേണമെങ്കിൽ എടുക്കാമെന്ന് വെച്ചാൽ സംഭവം ലിനോവ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ MSI എടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ, MSI. പിന്നെ ഏതാ ബ്രാൻഡ്, ഇതൊക്കെയാണ് നമുക്ക് ഇന്ത്യയിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ്. പിന്നെ ഉണ്ടല്ലോ ലിനോവോ, ഡെല്ല്, HP, ലിനോവോ. ഏസർ ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ല. ഏസർ കുഴപ്പമില്ല, HP ഡെല്ലിനായിട്ടൊക്കെ ഭേദമാണ്. പക്ഷെ എന്നാലും ഇഷ്യൂസ് ഉണ്ട്, സർവീസ് അല്ല, പാർട്സ് കംപ്ലൈൻറ്റ് ഇഷ്യൂകളുണ്ട്. സാംസങ്ങിൻ്റെ ലാപ്ടോപ്പും എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. MSI പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞു. ഞാൻ കാരണം പറയാം, ഈ അസൂസും ലിനോവയും ഇതൊക്കെ അവർക്ക് എന്താ വെച്ചാൽ ഇവരൊക്കെ മെയിൻ പാർട്സ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അസൂസിൻ്റെ മദർ ബോർഡ് അവരൊക്കെ അവരുടെ പാർട്സ് ഉണ്ടാക്കിയിട്ട് അവർ തന്നെ അസംബിൾ ചെയ്തിട്ട് വിൽക്കുന്ന ആൾക്കാരാണ്. അല്ലാണ്ട് മറ്റവരെ പോലെ കണ്ണി കണ്ടവരുടെ എന്താ പറയുക അസംബ്ലിങ് ഉണ്ടെന്നൊക്കെ പറയില്ലേ, അതാണ് ഈ ഡെല്ല് HP ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ പിടിയൊന്നുമില്ല. കംപ്ലൈൻറ്റ് വന്നാൽ ഞാൻ പറഞ്ഞല്ലോ അവരുടെ സർവീസിൻ്റെ എന്താ പറയുക ക്വാളിറ്റി. ഞാൻ എന്തായാലും ഇപ്പോഴും ഇരിക്കുന്നുണ്ട് ഡെല്ലിൻ്റെ ഹൈ ക്വാളിറ്റി സാധനം, ടച്ച് സ്ക്രീനും 14 ഇഞ്ചൊക്കെ ആയിട്ട് അപ്പുറത്തിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഞാനൊരു ഷോർട്സ് ഓൾറെഡി ഇട്ടിട്ടുണ്ടെന്നുണ്ട്. അതിൻ്റെ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയിട്ടേ ഇപ്പോഴും അമ്മമാർക്ക് ഒരു പിടിയില്ല എന്താ സംഭവം, എന്താ കാരണം എന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. കുറേ വട്ടം ഒന്ന് ഡിസ്പ്ലേ ഒക്കെ മാറ്റിപ്പോയി, എന്നിട്ടും ഒരു രക്ഷയില്ല. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ഇത് നോക്കിയിട്ട് മാത്രം വാങ്ങിച്ചാൽ മതി. എന്തായാലും ഞാനിപ്പോൾ അസൂസിൻ്റെയും ഇതിൻ്റെയൊക്കെ ഡീൽ ഞാൻ വേണമെങ്കിൽ പറയാം. അസൂസിൻ്റെ VivoBook 13 Gen 50 i5 ജനറേഷൻ H സീരീസ് വരുന്ന സാധനം 58 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. ഡെല്ല് ഞാൻ പറയുന്നില്ല. ലിനോവോ സ്ലിം 3 13 ജനറേഷൻ i7 അതും 60,000 താഴെ പ്രൈസ് വന്ന് കിട്ടുന്നുണ്ട്. എന്തായാലും ഡീല് പുറത്ത് വിട്ടിട്ടില്ല ഇവർ. ശരിക്കും 89,000 രൂപ പ്രൈസ് വരുന്നതാണ് കേട്ടോ. പിന്നെ അസൂസിൻ്റെ വിവോബുക്കിൻ്റെ കുറേ ഓഫർ വരുന്നുണ്ട്. ലിനോവേനെ ആകുമ്പോൾ സ്ലിം വേർഷൻസിലും കുറേ ഓഫർ വരുന്നുണ്ട് കേട്ടോ. പിന്നെ Acer Aspire Lite Ryzen 5 40,000 രൂപ താഴെ കിട്ടുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രത്യേകിച്ച് ഡീല് ഇപ്പോൾ വന്നെങ്കിൽ. ഞാൻ എന്തായാലും താഴെ കൊടുക്കാം കേട്ടോ. ഡീലിൻ്റെ സംഭവങ്ങളൊക്കെ ലിങ്ക് ഞങ്ങൾക്ക് താഴെ കൊടുക്കാം. നമുക്ക് ആ ഡീല് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ കയ്യിൽ കയറിയിട്ട് ഡയറക്റ്റ് വാങ്ങിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക പ്രീമിയം ലാപ്ടോപ്സും ഗെയിമിംഗ് ലാപ്ടോപ്സും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അസൂസിൻ്റെ തന്നെ, അല്ലെങ്കിൽ അസൂസിൻ്റെ കുറേ മോഡൽ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പുതിയത്. പിന്നെ പ്രൊസസ്സർ ഓറിയൻറ്റഡ് വേണമെന്നുണ്ടെങ്കിൽ Ryzen 7 ഒക്കെ കിട്ടില്ല. ഞാൻ ആക്ച്വലി 2 Ryzen 7 ഉപയോഗിക്കുന്നുണ്ട്. ഡെസ്ക്ടോപ്പ് ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പും Ryzen 7 ആണ്. ഇത് ഇൻ്റൽ കോറാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഇൻ്റലിൻ്റെ കമ്പനിയൊക്കെ ആകെ പൊട്ടിപ്പൊളിഞ്ഞു. ഇപ്പോൾ NVIDIA തന്നെ അവരിൽ ഇപ്പോൾ എത്രയോ കോടി 5 മില്യൺ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ സ്റ്റേക്സ് വാങ്ങിച്ചിട്ടുണ്ട്, ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാനും ഇതേപോലെ US സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നമ്മുടെ ഫിനാൻഷ്യൽ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ആക്ച്വലി ഇൻ്റലിൻ്റെ ഷെയർ ഹോൾഡർ ആയിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ വാങ്ങിക്കുമ്പോൾ ആ സാധനത്തിന് ഒരു ഷെയറിന് $57 ആയിരുന്നു. പിന്നെ അത് പണ്ടാറടങ്ങി ഇടിഞ്ഞ് ഇപ്പോൾ $15 ഇത്രയൊക്കെ ഉണ്ടുള്ളൂ. ഞാൻ അതിന് മുമ്പേ വിറ്റ് ചെയ്തു ഭാഗ്യത്തിന്. അമ്മായി ഇടിഞ്ഞിട്ടായിരിക്കണം ഇൻ്റൽ ഓൾമോസ്റ്റ് പൂട്ടാറായിട്ടിരിക്കുന്നത്. അപ്പോൾ അതിലാണ് ഇപ്പോൾ NVIDIA ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇൻ്റലിൻ്റെ അവസ്ഥ പരിതാപകരമാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യില്ല ഇൻ്റലിൻ്റെ പ്രൊസസ്സറോ സംഭവങ്ങളൊക്കെ. പക്ഷേ കോർ പ്രൊസസ്സർ വലിയ കുഴപ്പമില്ല എന്ന് പറയാം കേട്ടോ. അപ്ഡേറ്റ്സുകളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കിട്ടുന്നത്. പക്ഷേ ഇതിനായിട്ടും അപ്ഡേറ്റ് ഫ്രീക്വൻസി നമുക്ക് NVIDIAയിൽ ഇപ്പോൾ വരുന്നത്, NVIDIA അല്ല സോറി, നമ്മുടെ എന്താ പറയുക MediaTek അല്ലെങ്കിൽ AMDയിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ
ഇതിൽ കുറേ മോഡലുണ്ട്. MSI-നും MSI മോഡേൺ GF. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാറുണ്ട്, നിങ്ങൾ ലാപ്ടോപ്പ് വാങ്ങിക്കുന്നുണ്ടുമ്പോൾ നിങ്ങൾ കുറച്ച് പോയിന്റ്സ് ശ്രദ്ധിക്കുക. നിങ്ങൾ 13 ജനറേഷൻ്റെ താഴെയുള്ള പ്രൊസസ്സർ വാങ്ങിക്കാണ്ടിരിക്കുക കേട്ടോ. ഇനി ഈ 2021 13th ജനറേഷൻ അത് ഏത് 5 ആയിക്കോട്ടെ, i6 i7 ആയിക്കോട്ടെ, i3 ആയിക്കോട്ടെ, പക്ഷേ അതിൻ്റെ താഴെ 13 ജനറേഷൻ്റെ താഴെ നിങ്ങൾ മാക്സിമം വാങ്ങിക്കാണ്ടിരിക്കാൻ നോക്കുക. അതുപോലെ തന്നെ SSD പുതിയതാണോ നോക്കുക, RAM DDR5 എങ്ങനെയാണോ നോക്കുക. അതിൻ്റെ താഴെയുള്ള മോഡലൊക്കെ ആണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കേണ്ട. പിന്നെ ഡിസ്പ്ലേ നോക്കുമ്പോൾ നിങ്ങളിപ്പോൾ പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ ബഡ്ജറ്റ് റേഞ്ചിൽ പോകുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഡിസ്പ്ലേ ഒന്നും വലിയ കാര്യമായിട്ട് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ അത്യാവശ്യം പ്രൈസ് കൂടുതലുള്ള മോഡൽ ഡിസ്പ്ലേ നോക്കുമ്പോൾ അതിൽ കളർ എന്താ പറയുക, കളേഴ്സ് നോക്കുക. കളർ നമ്മൾ എത്രയാണ് 45% ആണോ 100% ആണോ കളേഴ്സ് നോക്കുക. അതുപോലെ തന്നെ വ്യൂവിങ് ആംഗിൾ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് OLED കിട്ടുകയാണെങ്കിൽ അത് ഏറ്റവും ബെറ്റർ. OLED കിട്ടി അസൂസിനൊന്നും എന്തായാലും നിങ്ങൾക്ക് 70,000 60,000 രൂപയ്ക്കൊന്നും എന്തായാലും OLED കിട്ടില്ല. അപ്പോൾ പക്ഷേ എന്തായാലും നിങ്ങൾ ഓൺലൈൻ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾ അതിൻ്റെ റിവ്യൂസ് ഒക്കെ വായിച്ച് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ആ ഡിസ്പ്ലേയുടെ റെസൊല്യൂഷൻസും അതിൻ്റെ സർട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നോക്കുക. നമ്മുടെ ഈ ബ്ലൂറേ സർട്ടിഫിക്കേഷൻ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നല്ലതാണ്. നിങ്ങൾ കുറേ നേരം ഈ ഡിസ്പ്ലേയിലൊക്കെ നോക്കിയ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കേഷൻ ഉള്ളതൊക്കെ നല്ലതാണ് ഉണ്ടാകുക. പറയുമ്പോൾ ഞാൻ അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ മോട്ടറോളയുടെ ബുക്കിൽ ഇതിന് ഈ എല്ലാ നല്ല സർട്ടിഫിക്കേഷൻസും ഇതിൻ്റെ ഡിസ്പ്ലേക്ക് ഉണ്ട്. ഇതുപോലെ തന്നെ OLED ഡിസ്പ്ലേ ആണ്, പക്ഷേ ഇതിൽ ഇല്ലാത്ത സർട്ടിഫിക്കേഷൻസ് ഇല്ല. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് 1200 വരെയൊക്കെ പോകുന്നുണ്ട്. നോർമലാണെങ്കിൽ HBM ആണെങ്കിൽ 500-520 ഒക്കെ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ബ്രൈറ്റ്നസ് അത്യാവശ്യം നല്ലതാണ്. നിങ്ങൾ 300ൻ്റെ മുകളിലെങ്കിലും ബ്രൈറ്റ്നസ് ഉള്ളത് മാത്രം വാങ്ങിക്കുക. അതിൻ്റെ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കണ്ണിന് സ്ട്രെയിൻ വരും കേട്ടോ. ഡിസ്പ്ലേ ഭയങ്കര കുറവാണെങ്കിൽ ഭയങ്കര എന്താ വെച്ചാൽ ബ്രൈറ്റ്നസ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് കണ്ണിന് ഭയങ്കര സ്ട്രെയിൻ കൂടും. അതൊക്കെ നോക്കണം ലാപ്ടോപ്പ് വാങ്ങിക്കുമ്പോൾ കേട്ടോ. ഞാൻ എന്തായാലും ലിങ്കുകൾ താഴെ കൊടുക്കാം, നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ബ്രാൻഡും സംഭവമൊക്കെ നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി. അവോയ്ഡ് ചെയ്യേണ്ട ബ്രാൻഡുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതിലും വരും കേട്ടോ. നമ്മുടെ ഈ വിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്ലിപ്കാർട്ട്, ആമസോണിലില്ല, അങ്ങനത്തെ കുറേ കൂതറ ബ്രാൻഡുകളുണ്ട്, അതൊന്നും വാങ്ങിക്കരുതിട്ടാ. ഹോണറിൻ്റെ ഒരെണ്ണം ആമസോണിൽ ഇപ്പോഴും കാണിക്കുന്നുണ്ട്. ഹോണർ പക്ഷേ നല്ല ബ്രാൻഡാണ്, പക്ഷേ ഇന്ത്യയിൽ സർവീസ് ഒന്നും ഇല്ല, അവരൊക്കെ ഓൾമോസ്റ്റ് നിർത്തിപ്പോയി. അത് ഫോണായാലും തന്നെ അവസ്ഥ. പക്ഷേ സാധനം ഒരെണ്ണം കിടിലൻ ഡീല്, നമ്മുടെ Ryzen 5 വെച്ചിട്ടുള്ള ഒരു സാധനം 32,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. 15.6 ഇഞ്ചിൻ്റെ മെറ്റൽ ബിൽഡായിട്ടുള്ള സാധനം, തിന്ന് 16 GB. അതുപോലെ തന്നെ ഈ റാമും SSDയും നോക്കുമ്പോൾ ഇപ്പം വരുന്ന മിക്ക അൾട്രാ തിൻ ലാപ്ടോപ്പുകളിലും ഈ റാം എന്ന സാധനം സോൾഡേഡ് ആണ്. അതും 16 GB ഉണ്ടാവുള്ളൂ. 16 GB ഒക്കെ ഭയങ്കര കുറവാണ്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇപ്പോഴത്തെ ആൻഡ്രോയിഡ് ഫോണിലടക്കം 16 GB വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നിങ്ങൾ ഒരു എന്താ പറയുക, ഒരു അബോവ് ആവറേജ് മൾട്ടി ടാസ്കിങ് ചെയ്യുന്നവർക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് 16 GB ഭയങ്കരമായിട്ട് കുറവ് വരും. അപ്പോൾ എപ്പോഴും അത് സോൾഡഡ് അല്ലാത്ത മോഡൽ നോക്കി വാങ്ങിക്കുക. ഇപ്പോൾ ഇതിൻ്റെ ഒക്കെ സോൾഡഡ് അല്ല, മിക്ക ഈ ബഡ്ജറ്റ് ഓറിയൻറ്റഡ് മോഡലിൽ വരുമ്പോഴും അത് സോൾഡഡ് ആയിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ അല്ലാത്ത നോർമൽ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 16 GB മതി, അല്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ SSDയുടെ കാര്യം വലിയ പ്രോബ്ലം ഇല്ല, എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം എക്സ്റ്റേണലെങ്കിലും ഉപയോഗിക്കാമല്ലോ, അത് വലിയ ഇഷ്യൂ ഇല്ല. പക്ഷേ റാം സോൾഡ് ആവാണ്ടിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക കേട്ടോ. അതാണ് നമുക്ക് മെയിൻലി പറയാനുള്ളത് ലാപ്ടോപ്പിൻ്റെ കാര്യത്തിൽ. സാംസങ്ങിൻ്റെ ഒരു ബുക്ക് 4 ഒക്കെ ഉണ്ട്. അത് വലിയ കുഴപ്പമില്ലാത്ത സാധനമാണ് കേട്ടോ. ബുക്ക് 3 ഒന്നും നിങ്ങൾ വാങ്ങിക്കാൻ പോകണ്ട, ബുക്ക് 4 തൊട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാൻ കുഴപ്പമില്ലാത്ത സാധനമുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൻ്റെ പ്രൊസസ്സർ വരുന്ന സാധനം വരുന്നുണ്ട്. നിങ്ങൾ അത്യാവശ്യം നോർമൽ യൂസേജ് ഒക്കെ ആണെങ്കിൽ അത് സാധനം വാങ്ങിക്കാം കേട്ടോ. പ്രത്യേകിച്ച് ഒരു എന്താ പറയുക, MS ഓഫീസ് ഉപയോഗിക്കാനും ട്രാവലിംഗ് സർപ്പസിന് ടൈമിൽ, ഇതുപോലെ നോട്ട്സിങ്ങിനും ഇമെയിലിനും അങ്ങനെയൊക്കെ സംഭവത്തിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗൻ്റെ പ്രൊസസ്സർ വാങ്ങിക്കാം. എന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്നാപ്ഡ്രാഗൺ X പ്രൊസസ്സർ സീരീസുകൾക്ക് കുറേ സോഫ്റ്റ്വെയർസ് എന്താ പറയുക സപ്പോർട്ടല്ല. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആവശ്യമുള്ള സാധനം ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അതുകൊണ്ട് ഞാൻ മെയിൻ പറയാൻ കാരണം, അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് 50,000 രൂപയ്ക്കും 60,000 രൂപയ്ക്കും നല്ല ഡീൽ കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് സാംസങ്ങിലായിക്കോട്ടെ അസൂസിലായിക്കോട്ടെ, ഇൻക്ലൂഡിങ് OLED ഡിസ്പ്ലേ അടക്കമായിട്ടുള്ള സംഭവം കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ കാരണം, ഈ സാധനം നിങ്ങൾ ഏത് എന്താ പറയുക സോഫ്റ്റ്വെയർ ഉദ്ദേശിച്ചിട്ടാണോ ലാപ്ടോപ്പ് വാങ്ങിക്കുന്നത് അത് സപ്പോർട്ട് ഉണ്ടോ നോക്കിയിട്ട് മാത്രം സ്നാപ്ഡ്രാഗൺ പ്രൊസസ്സർ വാങ്ങിച്ചാൽ മതി. പക്ഷേ നല്ല ബാറ്ററി ബാക്കപ്പ് ഒക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം സ്നാപ്ഡ്രാഗൺ വാങ്ങിക്കാനാണ് നോക്കിയത്. പിന്നെ നമുക്ക് ഈ ഡീല് പെട്ടെന്ന് എനിക്ക് ആക്ച്വലി സാധനം 50,000 രൂപയ്ക്ക് കിട്ടി. ഇതിന് 74,000 രൂപ ശരിക്കും ബൈങ് പ്രൈസ്. എനിക്ക് കാർഡ് ഡിസ്കൗണ്ടും മെയിനായിട്ട് കാർഡ് ഡിസ്കൗണ്ടാണ്. അത് മാത്രമല്ല ഞാനൊരു പഴയ ഒരു ലാപ്ടോപ്പ്, അതിന് പക്ഷേ 2,000-2,500 രൂപ കിട്ടിയുള്ളൂ. കൂടിയിട്ടാണ് നമുക്ക് ഓൾമോസ്റ്റ് 50,000 രൂപ ഡീല് കിട്ടിയത്. ഇത് ആക്ച്വലി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് Ultra 7 ആണ്, Core 7 ആണ്. Ultra 7 Pro മോഡലാണ്. Core 7 ആണ്. OLED ഡിസ്പ്ലേ വരുന്ന 14 ഇഞ്ചിൻ്റെ 16 GB 1 TB മോഡലാണ്. ഞാൻ എന്തായാലും 16 GB അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. ഇത് അപ്ഗ്രേഡബിൾ ആണ്. ഞാൻ ഇനി ഒരു 16 GB കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 24 GB എന്ന് വെച്ചാൽ അതിൽ 2 സ്ലോട്ട് ഉണ്ട്. 2 സ്ലോട്ടിൽ 8 കളിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരെണ്ണം മാറ്റാണ്ട് രക്ഷയില്ല. എന്താ വെച്ചാൽ നിങ്ങളൊരു റാം ഇടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അടുപ്പിച്ചൊരു, ഇപ്പോൾ ഞാൻ പറയാം, നിങ്ങളൊരു ലാപ്ടോപ്പിൽ ഇപ്പോൾ 32 GB റാമാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് വിചാരിക്കുക. ലാപ്ടോപ്പ് ആയിക്കോട്ടെ ഡെസ്ക്ടോപ്പ് ആയിക്കോട്ടെ.
നിങ്ങൾക്കറിയാം നോർമൽ മിക്ക എല്ലാ ഡെസ്ക്ടോപ്പിൻ്റെ മദർ ബോർഡിലും 2 സ്ലോട്ട് ഉണ്ടായിരിക്കും മിക്ക എല്ലാത്തിലും. അപ്പോൾ 32 GB ആണ് നിങ്ങൾ റാം ഇടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു ഒറ്റ സ്ലോട്ടിൽ 32 GB ഇടാണ്ട് അത് സ്പ്ലിറ്റ് ചെയ്ത് അതാണ് ഏറ്റവും ബെറ്റർ ഇപ്പോൾ ഫോർ പെർഫോമൻസ് ഇട്ട്, അത് മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ വെറുതെ ഇനി വലിച്ചു കിട്ടണ്ട. അപ്പോൾ തന്നെ 9 മിനിറ്റ് ആയി. അപ്പോൾ എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ എൻ്റെ കമൻറ്റ് നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. പഠിത്തമില്ലാണോ.